വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ എണീറ്റ് വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്. സമയം ഏകദേശം 6 മണി കഴിഞ്ഞു. ഗൂഗിളിൽ ഇവിടുത്തെ സൺറൈസ് ഏകദേശം 6:15, 6:37 പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്തായാലും അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇതാണ് എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ. ഇപ്പോഴേ ആ ഒരു സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ആ ഒരു ഓറഞ്ച് നിറത്തിലുള്ള അതൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. ഞാൻ തന്നെ അത് തിരിച്ചു വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്. ഇനി എൻ്റെ കമൻട്രി ഒന്നും കാണത്തില്ല. ഇനി നമുക്ക് കുറച്ച് നല്ല വിഷ്വൽസ് കാണാം. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ. ഞാൻ കോടനാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി. കുഴപ്പമില്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനടുത്ത് തന്നെയാണ് കോടനാട് വ്യൂ പോയിൻറ്റ്. ഒരു 200 മീറ്റർ ദൂരമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. ഇതിനേക്കാളും വ്യൂ കിട്ടുന്ന 1-2 ഹോം സ്റ്റേകളുണ്ടെന്നാണ് താഴെ കാണുന്നത്. ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം ഞാൻ ചെറിയൊരു പ്ലാൻ ഇട്ടു. ഇവിടെ നേരെ വാൾപ്പാറയിൽ നമ്മൾ ആതിരപ്പള്ളി വഴി മലക്കപ്പാറ വഴി ആതിരപ്പള്ളി അങ്ങനെയാണ് നാട്ടിലോട്ട് പോകുന്നത്. കുറച്ച് നീണ്ട യാത്രയാണ്, എന്നാലും കുഴപ്പമില്ല. എന്താണല്ലോ ഇറങ്ങിയ വലിയ ദൂരമില്ല. ഇവിടുന്ന് 185, പിന്നെ അവിടെ നിന്ന് ഒരു 185 എനിക്ക് നാട്ടിലോട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. വിക്കറ്റ് കീ ഉള്ളത് ഇருக்கு. ശരി, താങ്ക്സ്. എന്താണേലും വളരെ നല്ലൊരു യാത്രയായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ ഇന്നലെ രാത്രി വന്നുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാം. നല്ല കിടിലൻ എസ്റ്റേറ്റാണ് കോടനാട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ടീ എസ്റ്റേറ്റുകളിലൊക്കെ ഒരു മനോഹരമായിട്ടുള്ളൊരു ടീ എസ്റ്റേറ്റാണ് കോടനാട് എസ്റ്റേറ്റ്. ഇവിടുന്ന് ചെറിയൊരു വ്യൂ കിട്ടും. ഇതും കൂടെ എടുത്തിട്ട് ഇത് എന്താണ് എടുക്കാതെ പോകുന്നത് എങ്ങനെയാണ്. കോത്തഗിരിക്ക് 16, മേട്ടുപ്പാളയം 45. നമുക്ക് മേട്ടുപ്പാളയം ചെന്നിട്ടാണ് പോകേണ്ടത്. ഞാൻ മേട്ടുപ്പാളയം എത്തിയിട്ടേ മാപ്പ് ഇടുന്നുള്ളൂ. അവിടുന്ന് നമ്മൾ കോയമ്പത്തൂർ ടൗൺ ടച്ച് ചെയ്യാതെയൊക്കെ പുറത്ത് ചാടണം. ടൗണിൽ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സമയം പോകും.
നിങ്ങൾ ഊട്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നൊരു സ്പോട്ടാണ് ഈ കോത്തഗിരി കോടനാട് എന്ന് പറയുന്ന ഈ ഏരിയ. അധികം തിരക്കൊന്നുമില്ല. പിന്നെ ഊട്ടിയിൽ അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല ഈ സമയത്ത്. രാത്രിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പകൽ എനിക്ക് അത്രയ്ക്ക് വലിയതായിട്ട് തോന്നുന്നില്ല. രാവിലെ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു ഹൂഡി മാത്രം ഇട്ടുകൊണ്ടാണ് പുറത്തോട്ട് പോയത്. രാത്രിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. 14-16 കണ്ടാണ്. ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ യാത്ര കാണുമായിരിക്കും. പക്ഷേ വർത്താണ് ഇവിടെ വരുന്നത്, ഒരിക്കലും നഷ്ടമാവില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൺറൈസ് കാണാൻ വേണ്ടി വരാം. അതിരാവിലെ ഒന്നെങ്കിലും ഇവിടെ എത്തണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ തലേദിവസം സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോയി സൺറൈസ് കാണാവുന്നതാണ്. ഇതെല്ലാം കോടനാട് എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. എനിക്കൊന്ന് ഇവിടെ തേയിലയുടെ ഇതൊക്കെ വെട്ടി നിർത്തിയിരിക്കുമെന്ന് തോന്നുന്നു. ഈ 5 വർഷം കൂടുമ്പോഴെന്തോ തേയില വെട്ടി നിർത്തുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയെന്ന് തോന്നുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റോഡാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ഒരു സമ്മർ ഹൗസ് എന്നോ എന്താ പറയാവുന്ന ഒരു ഔട്ട് ഹൗസ് പോലെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. ബിൽഡിങ്ങും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റോറിയൊക്കെ ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു ഒരു സമയത്ത്. എൻ്റെ മോനെ, ഇതാണ് ഞാൻ പറഞ്ഞത് തേയിലത്തോട്ടം. ഒരു രക്ഷയില്ല. ഈ സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് ഈ തേയിലത്തോട്ടം. എനിക്ക് നമ്മൾ മൂന്നാറിലൊക്കെ അധികം തേയിലത്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു തേയിലത്തോട്ടം ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെയാണ് ഇത്. ഈ റോഡും അതുപോലെയാണ്. നല്ല ക്ലീൻ റോഡ്, അതിൻ്റെ ചുറ്റും തേയിലത്തോട്ടങ്ങളും, ഒരു അന്യായ ഒരു ബ്യൂട്ടി. ഇനി നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഇവിടേക്ക് ബസ്സുണ്ട്. കോത്തഗിരിയിൽ നിന്ന് കോടനാടിന് തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുണ്ട്. കോത്തഗിരിയിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ മറ്റേ ഉള്ളൂ ഈ കോടനാട് വ്യൂ പോയിന്റിലോട്ട്. അപ്പോൾ കോത്തഗിരിയിൽ നിങ്ങൾക്ക് ബസ് കിട്ടും. ഇത് ആദ്യത്തെ ബസ് ഏകദേശം ഞാനിന്ന് രാവിലെ എണീറ്റപ്പോൾ 6:30 ആയപ്പോൾ ഒരു ബസ് ഇവിടെ എത്തിയിരുന്നു കോടനാട്. അപ്പം കോത്തഗിരിയിൽ നിന്നൊരു 6 മണിക്കല്ല ഒരു 5:30 സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സായിരിക്കണം അത്. നമ്മൾ കോത്തഗിരി എത്തി. ഇന്ന് കോത്തഗിരി ടൗണിലോട്ട് പോകേണ്ട കാര്യമില്ല നമുക്ക്. ഈ കോയമ്പത്തൂർക്ക് 70 കിലോമീറ്റർ, അതായത് സ്ട്രെയിറ്റ്. ഞാനിവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പോകും. റൈറ്റ് പോകുന്നത് കോത്തഗിരി ടൗണ്, കൂനൂർ, ഊട്ടി. അപ്പം നമ്മൾ നേരെ കോയമ്പത്തൂർ. ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും വല്ലാത്തൊരു വിഷമമാണ്. ഒന്നത്തെ കാര്യം ആ ക്ലൈമറ്റൊക്കെ ആയിട്ട് നമ്മളങ്ങോട്ട് അഡ്ജസ്റ്റ് ആവും. പിന്നെ അന്യായ ഭംഗിയല്ലേ, അതിപ്പോൾ മൂന്നാറാണേലും വയനാടാണേലും എവിടെയാണേലും. എന്തായാലും കുഴപ്പമില്ല. ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഹിൽ സ്റ്റേഷൻ കയറാൻ പോവാണ്, വാൾപ്പാറ, ദ 7th ഹെവൻ. അങ്ങനെ ഏകദേശം 2 ദിവസത്തിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ വെയിൽ കൊള്ളുവാണ്. ഇത്രയും ദിവസം കോടമഞ്ഞും ചാറ്റൽ മഴയും തണുപ്പും മാത്രമേ കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വെയിലെന്ന് പറയുന്ന സാധനം കാണാനില്ലായിരുന്നു. ഇപ്പം എന്താണേലും നല്ല വെയിലുണ്ട്. പക്ഷേ ഇപ്പോൾ വേണ്ടായിരുന്നു തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നല്ല തണുത്ത കാലാവസ്ഥ എന്നിട്ട് പെട്ടെന്ന് ചൂടത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, അത് പയ്യെ കോയമ്പത്തൂർ എത്തുമ്പോഴത്തേക്കും ശീലമായിക്കോളും. ഇവിടെ കോടയൊക്കെ മാറി വരുന്നതല്ലോ കേട്ടോ. കുറച്ച് രാവിലെ വരുമായിരുന്നെങ്കിൽ ചിലപ്പം ഈ റോഡും ഫുള്ള് കോടയിൽ മുങ്ങി നിൽക്കുന്ന കാണാമായിരുന്നു. വ്യൂ നോക്ക്. ഇത് നല്ല നമ്മൾ ഊട്ടിയിൽ നിന്ന് കിന്നക്കര പോയ ഒരു വൈബൊക്കെ തരുന്നുണ്ട്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ മുള്ളൂർ. ഓക്കെ, ഇതാന്ന് തോന്നുന്നു ചെക്ക് പോസ്റ്റും. നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ ചെക്ക് ചെയ്യും. അതിപ്പോൾ ഇല്ലേ വാ.
നമ്മളെന്തായാലും മലയിറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കോടയും കൂടെ കിട്ടിയിരിക്കുകയാണ്. ഇനി വാൾപ്പാറ ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. അയ്യോ ഒന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ കോട പോയെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ദേ കോട അടിച്ച് പിന്നെയും കയറുന്നു. ഹെൽമെറ്റിൻ്റെ വൈസർ ഓപ്പൺ ആക്കി വെച്ചേക്കാം, കുറച്ച് കാറ്റ് കിട്ടട്ടെ. ഇവിടെ കുറച്ച് പുറകിലായിട്ട് മേട്ടുപ്പാളയം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് മേട്ടുപ്പാളയത്തിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല. താഴെ മൊത്തം മഞ്ഞാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പാലക്കാട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പാലക്കാട് വഴി ഊട്ടിക്ക് വരുന്നവർക്ക് വരാൻ പറ്റിയ റോഡാണ്. 2 വഴിയിൽ നമുക്ക് ഊട്ടിക്ക് പോകാം. ഒന്ന് മേട്ടുപ്പാളത്തിൽ നിന്ന് സാധാരണ ഉള്ള നോർമൽ മെയിനായിട്ടുള്ളൊരു ഊട്ടി റോഡുണ്ട്. ഇത് കുറച്ച് ചുറ്റിയുള്ളതാണ്. ഒരു 20 കിലോമീറ്റർ മറ്റാണ് നിങ്ങൾ എക്സ്ട്രാ ഓടിക്കേണ്ടി വരും. പക്ഷേ എന്നാലും വർത്താണ്. 7 ഹെയർ പിൻ ബെൻസ് ഉണ്ട്. അതിൽ 4 നമ്മളായി ഓൾറെഡി. ഇതിന് മുമ്പുള്ളടുത്ത് ബോർഡൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതിലേ കയറി ഊട്ടിക്ക് പോകാം. കോടനാട് വ്യൂ പോയിൻ്റ് കണ്ടിട്ട് ഊട്ടിക്ക് പോകാമെന്നൊരു വ്യത്യസ്തമായിട്ടുള്ള റൂട്ടാണ്. പക്ഷേ കോത്തേരിയിൽ നിന്ന് ഊട്ടിക്കുള്ള റോഡ് അതിലും മനോഹരമാണ്. നല്ല രാത്രി ആയതുകൊണ്ട് എനിക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല കിടിലൻ റോഡാണ്. ഹലോ, എന്തൊക്കെയുണ്ട്? നോക്കണ്ട മോനെ, എൻ്റെ കയ്യിലൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ തരത്തില്ല. നിങ്ങൾക്കൊന്നും ഫുഡ് കൊടുക്കല്ലെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയെന്നാ. വാൾപ്പാറയിൽ നിന്ന് നമ്മുടെ മലക്കപ്പാറ വഴി 4 മണി വരെ 2 വീലേഴ്സ് കടത്തി വിടൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു 3 ആകുമ്പോഴത്തേക്ക് വാൾപ്പാറ എത്താൻ നോക്കണം. ഇല്ലെങ്കിൽ പണി പാടും. ഞാൻ വന്ന വഴി മൊത്തം തിരിച്ചിറങ്ങി വരേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. ഇത് രണ്ടും നടക്കത്തില്ല. അങ്ങനെ നമ്മൾ കുന്നൊക്കെ ഇറങ്ങി താഴെ വന്നു കേട്ടോ. അങ്ങനെ 2 ദിവസത്തെ ഹിൽ സ്റ്റേഷൻ പര്യടന ശേഷം നമ്മൾ വീണ്ടും താഴേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയൊരു 90 കിലോമീറ്റർ ശേഷം വീണ്ടും നമ്മൾ മല കയറാൻ പോകുന്നു. വാൾപ്പാറയ്ക്ക് ഇവിടുന്ന് 143 കിലോമീറ്റർ, ഏകദേശം 4 മണിക്കൂറാണ് ട്രാവൽ ടൈം കാണിക്കുന്നത്. നമുക്കൊരു 3:30 ആകുമ്പോൾ അവിടെ എത്താൻ നോക്കണം. തമിഴ്നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നമ്മൾ മേട്ടുപ്പാളത്തിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഏത് സ്ഥലം എന്നൊരു ഐഡിയ ഇല്ല. ഗൗണ്ടംപാളയം ഫ്ലൈ ഓവർ. ഇത് പണ്ട് നമ്മൾ പൊള്ളാച്ചി പോയപ്പോൾ കണ്ട പോലെ തന്നെയാണ്. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന ഫ്ലൈ ഓവറാണ്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ ഉള്ളത് പൊളിയാണ്. നമ്മൾ പൊള്ളാച്ചി എത്തി. സമയം 1 മണി. ഇതുവരെ ഓൺ ടൈമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പണി കിട്ടി. നമ്മുടെ ഹെൽമെറ്റിൻ്റെ മൗണ്ട് ഒത്തെന്ന് പറഞ്ഞു പോന്നു. ഞാനിപ്പോൾ ഉള്ളത് ആളിയാറാണ്. ആളിയാർ ഡാമിൽ നിന്നൊരു 2-3 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇനി റെക്കോർഡിങ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പണി ചെയ്യാൻ പോവാം. ഞാൻ ഇന്ന് വരെ ട്രൈ ചെയ്തിട്ടില്ല നമ്മുടെ ചെസ്റ്റ് മൗണ്ട്. പിന്നെ ഞാൻ ചെസ്റ്റ് മൗണ്ട് വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, എന്നിട്ട് അത് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കാം. അതേ നടക്കത്തുള്ളൂ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം പുതിയ മൗണ്ട് പിടിപ്പിക്കാൻ. അപ്പോൾ നമുക്കിനി ചെസ്റ്റ് മൗണ്ടൊക്കെ വെച്ചുള്ള വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതുവരെ നോക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമ്മളിവിടുന്ന് കണ്ടിന്യൂ ചെയ്യും. സമയം 1:35. നമുക്കൊരു 3:30 ആകുമ്പോഴത്തേക്കും എത്താൻ ശ്രമിക്കാം വാൾപ്പാറ. അപ്പം ഞാനിതൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
வீட்டுக்கு போகிறீங்களா? இப்போ வீட்டுக்கு போகிறேன். ஆக்சுவலி முந்தா நேற்று ஸ்டார்ட் பண்ணது. நான் அப்படியே ஊட்டி போய் 2 நாள் ஊட்டிலாம் கறங்கி இப்போது லாஸ்ட் டைமு தான் இந்த பிளான் போட்டேன். இப்படி போயிடலாம். இப்படி போயிடலாம். எந்த ஊர் கேரளாவிலங்க? கோட்டயம். கோட்டயம். நீங்கள் மட்டும்தான் போயிட்டுருக்கீங்களா? நான் மட்டும்தான். ஆமாம். சரிண்ணா. சரி போயிட்டு